യതീമിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവൻ അല്ലേ? ഇന്ന് നോക്കി 20ഓളം, അത് നമ്മളെ മതസ്ഥരും അല്ല, മതസ്ഥരിൽപ്പെട്ടവരും അതുപോലെ തന്നെ അതിൽ ഹൈന്ദവരുണ്ട്. യതീമായി ജീവിച്ച് യതീമായി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടെയുള്ള നൂറെ ഹബീബ് തങ്ങൾ. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാനിങ്ങനെ ഈ പരിപാടിയിൽ നിന്നൊക്കെ വിട്ടു നിന്ന് എന്നോട് ചോദിച്ചു ഒരാൾ, തങ്ങളെ ഏറ്റവും അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ യാത്രയിൽ പോകുമ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പോകുന്ന സമയം എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾക്കറിയോ, നിങ്ങൾ ഏട്ടൻ സഹിച്ച വേദന ഒക്കെ അറിയോ? ഇത് പറയണ്ടെന്ന് വിചാരിച്ചത്. സഹിച്ച വേദന എന്താണെന്നറിയോ? അഥവാ ഒരു 15 അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഉപ്പ വഫാത്തായി. ആരും നോക്കാനില്ലാതെ നടന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് നിങ്ങളിലെ ഏതോ ഒരു പാവപ്പെട്ട സഹോദരൻ വയനാട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തു. പിന്നൊക്കെ നമുക്കറിയാലോ, സാധുവായി ജീവിച്ച് ഇപ്പോഴും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലിത്തരുന്നതിന്റെ പേരിൽ പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെയാണ്. നമ്മൾ ലൈവിൽ ഒന്നും മറച്ചു വെക്കൂല, അതാണ് വിഷയം. നിങ്ങളെ മുന്നിൽ ഒന്നും മറച്ചു വെക്കൂല. ഇത്രയും ആൾക്കാർ കാണുന്നുണ്ട് എന്നൊന്നും തങ്ങൾക്ക് സ്നേഹിച്ചാലെങ്ങനെ നമ്മളോടെല്ലാം പറയും. ഞങ്ങളോട് പോലെ തന്നെ നിങ്ങളും അവർക്ക് സമമാണ്. നോക്കാണേ, 20 എത്തിൻകുട്ടികളെ കല്യാണം എന്ന് വെച്ചാൽ ഏകദേശം എത്ര രൂപയായി? അത് മൂപ്പരിപ്പ് നിങ്ങൾ കൊടുക്കുന്നത് എത്തിമക്കൾക്കായിട്ട് കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഒരാൾ ദ്വയർന്നാൽ ഒരു സ്വതക്ക, ഒരു ഹദിയ അല്ലേ, അത് വാങ്ങണം എന്നാണ്. ഓരോ ആൾക്ക് 4 പവൻ. ചിന്തിച്ചു നോക്കും. ഒരാൾക്ക് ഈ ഒരു വിഷയം ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ പകർത്താൻ വേണ്ടിയത്. ഒരു എത്തീമിന് എന്നിൽ നിന്ന് കിട്ടുന്ന ഒരു കണ്ണ് കാണാത്തൊരു സഹോദരന് ഒരു തുക കൊടുക്കണമെന്ന് ഞാൻ നിയ്യത്താക്കിയിരുന്നു. അത് കുറച്ചാലും നിന്നു, പിന്നെ ഞാൻ മറന്നു. അതുപോലെ ചോദിക്കണ്ട, പിന്നെ നമുക്ക് തികയാതെയായി. നമ്മളെ ജീവിതം അങ്ങനെയാണല്ലോ, മൊത്തം എല്ലാവർക്കും അങ്ങനെയാണ് നമുക്ക്. പക്ഷെ ഈ ഒരു ആൾക്കൂട്ടം എത്രങ്ങാനും ജനങ്ങളാണ്. അൽഹംദുലില്ലാ, ഈ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ കൂടെ എന്തൊരു ഇവിടെ കുറച്ച് കസാല ഇവിടെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തങ്ങൾ പാണ്ടെടുത്ത് ഓടുന്നു. അൽഹംദുലില്ലാ, എത്ര ആളുകൾക്ക് റാഹത്തായിട്ടുണ്ട്. പിന്നെ ചരിത്രത്തിന്റെ താളുകളിൽ എതിർക്കപ്പെടാത്തൊരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. മരിച്ചുമ്പോ പറയും ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. മരിച്ചുമ്പോ പറയും ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മൾ അതിന് കാത്തു കണ്ട അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ എത്തിയ മക്കൾക്ക് ഒരു കുട്ടിക്ക് 4 പവന.